Hey guys, welcome to Studies. So നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. Two balls with same mass and initial velocity are projected at different angles in such a way that maximum height reaches by first ball is 8 times അല്ലേ. അപ്പോൾ m1 is equal to m2 is equal to m ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം മാസ് രണ്ടും സെയിം ആണെന്നാണല്ലോ എന്ത് പറയുന്നത്. ഇനി പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ഇനീഷ്യൽ വെലോസിറ്റീസ്, അതായത് u1ഉം u2ഉം ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താന്ന് പറയുന്നുണ്ട്, u ആണെന്നും പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി എന്താ നോക്കാം. ഇൻ സച്ച് എ വേ ദാറ്റ് മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദ ഫസ്റ്റ് ബോൾ ഈസ് 8 ടൈംസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ സെക്കൻഡ് ബോൾ. അതായത് 8 ടൈംസ് ആകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ h1 ഈസ് ഈക്വൽ ടു 8h2 ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലേ കണ്ടുപിടിക്കണ്ടേ രണ്ട് ബോളിൻ്റെ. നമുക്ക് h1 അറിയാം, u² sin square theta ഡിവൈഡഡ് ബൈ 2g. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു u² sin square theta 2 ഡിവൈഡഡ് ബൈ 2g അല്ലേ. അതെ, 2g. ഇനി അപ്പോൾ എന്ത് ചെയ്യും, 2g ക്യാൻസലായി പോവല്ലോ, u² ക്യാൻസലായി പോവും. പിന്നെ അപ്പോൾ sin square theta 1 ഡിവൈഡഡ് ബൈ sin square theta 2 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, 8 എന്ന് കിട്ടുക. അപ്പോൾ നമുക്ക് എഴുതാം sin theta 1 ഡിവൈഡഡ് ബൈ sin theta 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, 8ൻ്റെ റൂട്ട് എടുക്കണം. 8ൻ്റെ റൂട്ട് എത്ര, 2√2 അല്ലേ. അപ്പോൾ sin theta 1 ബൈ sin theta 2 എന്ന് കിട്ടി, 2√2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്ന ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ റേഷ്യോ അല്ലേ. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t ഈസ് ഈക്വൽ ടു 2u sin theta ഡിവൈഡഡ് ബൈ g അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ടൈം എന്തിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണെന്ന്, sin theta 1 പ്രപ്പോർഷണൽ ആണെന്ന്. അപ്പോൾ t1 ബൈ t2 ഈസ് ഈക്വൽ ടു sin theta 1 ഡിവൈഡഡ് ബൈ sin theta 2 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അത് നമുക്കൊരു ബോക്സിലാക്കാം. ഓക്കെ, ഇനി നോക്കിയേ, t1 ഡിവൈഡഡ് ബൈ t2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം sin theta 1 ബൈ sin theta 2 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. 2√2 ഡിവൈഡഡ് ബൈ 1. സോ റേഷ്യോ എന്ത് വരും, 2√2 1 എന്നല്ലേ നമുക്ക് റേഷ്യോ വരിക. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ വരുന്ന ഏതായിരിക്കും, 2√2 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഹെലികോപ്റ്റർ ഫ്ലൈയിങ് ഹൊറിസോണ്ടലി വിത്ത് എ സ്പീഡ്. അപ്പോൾ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, ആ ഹെലികോപ്റ്റർ ഹൊറിസോണ്ടൽ വെലോസിറ്റി പോകുന്നുണ്ട്. എത്രയാണ് അതിൻ്റെ സ്പീഡ്, u ഈസ് ഈക്വൽ ടു 360 km/h അല്ലേ. അതെ, നമുക്കറിയാം km/hനെ m/s ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വെച്ചാൽ മൾട്ടിപ്ലൈ ഉണ്ട്, km/hനെ m/s ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 5/18 വെച്ചിട്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ 360 km/h ഇൻറ്റു 5/18, 18ഉം 36ഉം കൂടെ പറ്റിയാൽ 2 വരും. അപ്പോൾ എന്ത് വരും, 20 ഇൻറ്റു 5 100 m/s ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്ന വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ വെലോസിറ്റി ആയി. ഇനി നോക്കിയേ, 360 km/h അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 2 km അല്ലേ. അപ്പോൾ 2 km ആണ് അവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത്. ശരി, അതും ഓക്കെയാണ്. ഇനി ദ ഒബ്ജക്റ്റ് ഇറ്റ്സ് ദ ഗ്രൗണ്ട് അറ്റ് എ പോയിന്റ് O. അതായത് നമ്മുടെ ഈ ഒബ്ജക്റ്റ് താഴേക്ക് വീഴുന്നുണ്ട്. ആ താഴേക്ക് വീഴുന്ന ആ പോയിൻ്റാണ് O എന്ന് പറയുന്നത്. ഏകദേശം 20 സെക്കൻഡ് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഡ്രോപ്പ് ചെയ്യുക. 20 സെക്കൻഡ്, 2 സെക്കൻഡ് അല്ല, 20 സെക്കൻഡ് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ 20 സെക്കൻഡ് കഴിയുമ്പോൾ ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഹെലികോപ്റ്ററിൽ നിന്ന് ആ O പോയിൻ്റ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് ആ താരത്തെ ഡിസ്റ്റൻസ് അങ്ങ് കണ്ടുപിടിച്ചാലോ. താരത്തെ ഡിസ്റ്റൻസ് എന്ത് വരും, വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ. അപ്പോൾ വെലോസിറ്റി നമുക്കറിയാം, എത്രയാണെന്നറിയാം, 100 m/s ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. കാരണം 360 km/h അല്ലേ. അപ്പോൾ 100 ഇൻറ്റു ടൈം എത്രയാണ്, 20 സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 2000 മീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടുക, 2000 മീറ്റർ. ഇനി ഈ മീറ്ററിനെ കിലോമീറ്ററിലോട്ടാക്കുമ്പോഴോ 2 കിലോമീറ്റർ. അപ്പം നമുക്ക് ഹൈറ്റും ഉണ്ട്, അതുമാതിരി തന്നെ ബേസും ഉണ്ട്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് സാധാ പൈതഗോറസ് തിയറം കൊടുത്താൽ പോരെ.
അപ്പോൾ AO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 2² പ്ലസ് 2² ചെയ്യണം അല്ലേ? നമുക്കറിയാം 2² എത്ര 4 അല്ലേ? അപ്പോൾ റൂട്ട് ഓഫ് 4 പ്ലസ് 4 ആകും അല്ലേ? റൂട്ട് ഓഫ് 4 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ റൂട്ട് 8. അതായത് എത്ര ആയിരിക്കും? 2√2 കിലോമീറ്റർ എന്നായിരിക്കും നമ്മുടെ ആൻസർ വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് വരും ഓപ്ഷൻ 4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2 പ്രൊജക്ടൈലുണ്ട് ആർ ഫയർഡ് വിത്ത് സെയിം ഇനിഷ്യൽ സ്പീഡ്. അതായത് ഇനിഷ്യൽ സ്പീഡൊക്കെ സെയിം ആണ്. ഫ്രം ദ സെയിം പോയിന്റ് ഓൺ ഗ്രൗണ്ട് അറ്റ് എൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി പ്ലസ് ആൽഫ ആൻഡ് 45 ഡിഗ്രി മൈനസ് ആൽഫ റെസ്പെക്റ്റീവ്ലി. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം T = 2u sin θ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? G ആയിരിക്കും അല്ലേ? സ്പീഡ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം u എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ T1/T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin θ1 ഡിവൈഡഡ് ബൈ sin θ2 ഇതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം നമുക്കിനിയും ആ തീറ്റ അങ്ങിട്ട് കൊടുത്താൽ പോരെ? മതി. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ T1 ഡിവൈഡഡ് ബൈ T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഓഫ് θ1 എത്ര? 45 പ്ലസ് ആൽഫ അല്ലേ? അപ്പോൾ 45 പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഇനി θ2 45 മൈനസ് ആൽഫ എന്ന് വരും. ഇനിയാണ് നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്ത് വരും? സൈൻ ഓഫ് എ പ്ലസ് ആൽഫ അല്ലെ ബീറ്റ ബി. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് അതുമാതിരി പ്ലസ് കോസ് എ സൈൻ ബി ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അതേപോലെ സൈൻ എ മൈനസ് ബി എന്ത് വരും എന്ന് നോക്കണ്ടേ? അതെന്തായിരിക്കും? സൈൻ എ കാണും, അതുമാതിരി തന്നെ കോസ് ബി കാണും, മൈനസ് കോസ് എ, പിന്നെയോ സൈൻ ബി കാണും. ഇനി ഇതേ പ്രോപ്പർട്ടി ഇട്ട് കൊടുത്താൽ പോരെ? സൈൻ 45 പ്ലസ് ആൽഫയ്ക്കും സൈൻ 45 മൈനസ് ആൽഫയ്ക്കും. അപ്പോൾ T1/T2 = എന്ത് വരും? സൈൻ 45 കോസ് ആൽഫ അതുമാതിരി പ്ലസ് കോസ് 45 സൈൻ ആൽഫ എന്ന് നമുക്ക് കിട്ടത്തില്ലേ? ഡിവൈഡഡ് ബൈ ഇനി നമുക്ക് സൈൻ എ മൈനസ് ബി ഇടാം. അപ്പോൾ എന്താ വരും? സൈൻ എ മൈനസ് ബി അല്ലേ? അപ്പോൾ സൈൻ 45 കോസ് ആൽഫ മൈനസ് കോസ് 45 സൈൻ ആൽഫ. ഓക്കെ അല്ലേ? ഇനി നമുക്കിത് സോൾവ് ചെയ്തെടുക്കാം. നമുക്കറിയാം സൈൻ 45 1/√2 അല്ലേ? കോസ് 45 എന്ത് തന്നെയാണ്? 1/√2 തന്നെയാണെന്ന് അറിയാം. അപ്പോൾ നമുക്കിനി അതിൻ്റെ വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പോരായോ? തീർന്നു കിട്ടും. അപ്പോൾ എന്ത് വരും? T1 ഡിവൈഡഡ് ബൈ T2 = കോസ് ആൽഫ ഡിവൈഡഡ് ബൈ √2 പ്ലസ് അതുമാതിരി പ്ലസ് വരണ്ട അല്ലേ? പ്ലസ് സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ √2. സോറി, മൈനസ് അല്ല, പ്ലസ് ആണ് വരേണ്ടത്. ഡിവൈഡഡ് ബൈ കോസ് ആൽഫ ബൈ √2 മൈനസ് സൈൻ ആൽഫ ബൈ √2. √2 അങ്ങ് കോമൺ എടുത്തു കഴിഞ്ഞാൽ √2 മൊത്തം വെട്ടിപ്പോകത്തില്ലയോ? അതെ. അപ്പോൾ √2 ഒക്കെ പോയി. മൈനസ് അല്ല പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ നോക്കിയേ, നമുക്ക് വേണ്ടത് ടാൻ ആൽഫയിലാണ് ഉത്തരം. അപ്പോൾ T1/T2 നമുക്ക് എല്ലാത്തിനും ഒരു കോസ് ആൽഫ വെച്ചങ്ങ് ഡിവൈഡ് ചെയ്യാന്നേ. അപ്പോൾ കോസ് ആൽഫ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ ചെയ്യണം. സൈൻ ആൽഫേനെ കോസ് ആൽഫ വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പം കോസ് ആൽഫ ബൈ കോസ് ആൽഫ 1 പ്ലസ് സൈൻ ആൽഫ ബൈ കോസ് ആൽഫ ടാൻ ആൽഫ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ ബൈ കോസ് ആൽഫ 1 അല്ലേ? 1 കോസ് ആൽഫ ബൈ കോസ് ആൽഫ 1 മൈനസ് സൈൻ ആൽഫ ബൈ കോസ് ആൽഫ വീണ്ടും ടാൻ ആൽഫ. അപ്പം നമുക്ക് എന്ത് കിട്ടും? T1/T2 1 പ്ലസ് ടാൻ ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ ആൽഫ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻ നോക്കണം. 1 പ്ലസ് ടാൻ ആൽഫ ബൈ 1 മൈനസ് ടാൻ ആൽഫ. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ സി വരും അല്ലേ? ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഒരു പാർട്ടിക്കിളിനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് വിത്ത് വെലോസിറ്റിയും. അപ്പോൾ റേഞ്ച് 3 times ദാറ്റ് ഓഫ് എന്തെന്നാ പറയുക? മാക്സിമം ആയിട്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് തന്നിട്ടുമുണ്ട് nu²/25g ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ?
റേഞ്ച് 3h max ആണല്ലേ. അപ്പോൾ റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്ത് വരും? യു സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ ജി അല്ലേ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു h-maxൻ്റെ ഫോർമുല അറിയാമല്ലോ, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്ന് വരും. റൈറ്റ്? യെസ്. അപ്പോൾ നോക്കാം, ജിയും വെട്ടിക്കളയാം, യു സ്ക്വയറും വെട്ടിക്കളയാം. ഇനി സൈൻ 2θ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. ദാ കിടക്കുന്നു 2 സൈൻ തീറ്റകൾ, നമുക്ക് അവനെയും വെട്ടിക്കളയാം. സൈൻ തീറ്റ. അപ്പോൾ എന്ത് വരും? 2 പിന്നെ 2 ഉണ്ട് 3 താരെ ഒരു 2 ഉണ്ടല്ലേ, അപ്പോൾ ഒരു ഇൻറ്റു 2 വരും. അപ്പോൾ 4 കോസ് തീറ്റ 4/3, നമുക്ക് 3നെ കൂടെ താരോട്ട് 4/3 ഈസ് ഈക്വൽ ടു കോസ് തീറ്റനെ അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ത് വരും? ടാൻ തീറ്റ എന്ന് വരും. അപ്പോൾ 4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടി? ടാൻ തീറ്റ എന്ന് കിട്ടി. നമുക്കിത് വെച്ചിട്ട് ട്രയാങ്കിൾ വരച്ച് നോക്കാം അല്ലേ. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ വരച്ച് നോക്കാം. അപ്പോൾ തീറ്റ മാർക്ക് ചെയ്തു. ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും 4, അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കും എന്ത്? 3 എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് 3. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? 5 ആയിരിക്കും അല്ലേ. യെസ്. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2θ അല്ലേ, അതിനെ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് കൊടുത്തൂടെ? യെസ്. അപ്പോൾ എന്ത് വരും? യു സ്ക്വയർ ഇൻറ്റു 2 സൈൻ തീറ്റ എത്ര വരും ഇവിടെ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അപ്പം 4 ഡിവൈഡഡ് ബൈ 5 4/5. പിന്നെന്താണുള്ളത്? കോസ് തീറ്റ 3/5 അഡ്ജസ്റ്റൻ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. താഴെ ഒരു ജിയും കൂടെ ഉണ്ട് പാവം, എന്നാൽ പിന്നെ ജീനെയും കൂടി ഇട്ടേക്കാം. ഓക്കെ. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു 4 3s are 12, 12 2s are എന്ത് വരും? 24 യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 × 5 എന്ന് പറയുമ്പോൾ 25g. അപ്പോൾ എത്ര കിട്ടും? 24 യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 25 ജി എന്ന് കിട്ടത്തില്ലേ? അതെ, 25g. അപ്പോൾ എൻ യു സ്ക്വയർ ബൈ 25g വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എൻ എത്ര കിട്ടുക? 24 എന്നാണ് കിട്ടുക. ഓക്കെ അല്ലേ? സോ ദാറ്റ് വാസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ. അത് ഞാനൊരു പാർട്ടിക്കിളിനെ എന്ത് ചെയ്യുന്നു? എറിയുന്നു. എന്നാൽ ആ പാർട്ടിക്കിളിനെ എറിയുമ്പോൾ ഉള്ള നമുക്ക് സാധാരണ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ വിത്ത് എക്സ് ആക്സിസാണ് തരാറുള്ളത്. പക്ഷെ ഇവിടെ നോക്കിയാൽ വെർട്ടിക്കലാണ്. അപ്പോൾ വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്? ഫൈ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചേക്കുന്നത് മാക്സിമം ഹൈറ്റും ഈ ഫൈയും തമ്മിലുള്ള റിലേഷൻ എന്തുവാണെന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എന്ത് വരും? 2g അല്ലേ. അതെ. ഇനി ഇവിടുത്തെ വെർട്ടിക്കൽ കമ്പൗണ്ടുമായിട്ട് തീറ്റ, അപ്പോൾ എക്സ് ആക്സുമായിട്ട് എത്ര വരും? 90 - 5 എന്ന് വരും അല്ലേ. അപ്പോൾ h-max എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു സ്ക്വയർ സൈൻ 90 - 5 ദ ഹോൾ സ്ക്വയർ അല്ലേ ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? 2g. നമുക്കറിയാം സൈൻ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? കോസ് തീറ്റയാണ്. അപ്പോൾ h-max ഇസ് ഈക്വൽ ടു യു സ്ക്വയർ കോസ് സ്ക്വയർ 5 ഡിവൈഡഡ് ബൈ 2g. അപ്പോൾ h-max എന്തിന് പ്രപ്പോർഷണലാണ്? കോസിൻ്റെ ഗ്രാഫുമായിട്ട് പ്രപ്പോർഷണലാണ്. നമുക്കറിയാം സൈനിൻ്റെ ഗ്രാഫ് 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, കോസിൻ്റെ ഗ്രാഫ് 0യിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുക, ഒരു ഹയസ്റ്റ് വാല്യൂ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ എ വരത്തില്ല എന്തായാലും. ബിയും ഒറിജിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ അതും വരത്തില്ല. പിന്നെ നമുക്കറിയാം കോസിൻ്റെ ഗ്രാഫ് മാക്സിമത്തിൽ നിന്ന് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കോസിൻ്റെ ഗ്രാഫ് അറിയാം. അപ്പോൾ എന്തായാലും ഏതേ വരുള്ളൂ? ഓപ്ഷൻ 3 അല്ലേ വരത്തുള്ളൂ. ഓപ്ഷൻ ഡി എന്തായാലും വരത്തില്ല. അത് ഡിക്രീസ് ചെയ്ത് അതൊരു ഗ്രാഫ് അല്ല, അത് കോസിൻ്റെ ഗ്രാഫായിട്ട് വരത്തില്ല. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഇതേമാതിരി ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്, പക്ഷേ ഇറ്റ്സ് എ സിമിലർ ക്വസ്റ്റ്യൻ, പക്ഷെ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്കതാണ് നോക്കാനുള്ളത്. സോ ലെറ്റ്സ് ഡു ദാറ്റ്. 2 പ്രൊജക്റ്റൈലുണ്ട്, ഒന്ന് 45 മൈനസ് ആൽഫയും ഒന്ന് 45 പ്ലസ് ആൽഫയും. അപ്പോൾ അവിടുത്തെ മാക്സിമം ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം എച്ച് ഇസ് ഈക്വൽ ടു എന്താണെന്ന്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 45 മൈനസ് ആൽഫ. ഓക്കെ, അപ്പോൾ h1/h2 എന്തിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും? സൈൻ സ്ക്വയർ തീറ്റ 1നും സൈൻ സ്ക്വയർ തീറ്റ 2നും ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും, ബിക്കോസ് ദ വെലോസിറ്റി ഇസ് ദ സെയിം, റൈറ്റ്? അതെ. അപ്പോൾ നമുക്കിനി h1/h2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സൈൻ സ്ക്വയർ തീറ്റ 1ന് എന്ത് കൊടുത്താൽ മതി? 45 മൈനസ് ആൽഫ കൊടുക്കാം. 45 മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ 45 പ്ലസ് ആൽഫ. നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് സൈൻ 45 അല്ലെ സൈൻ എ മൈനസ് ബി അല്ലേ. അപ്പോൾ എന്ത് വരും? സൈൻ 45 എന്ന് വരും. സൈൻ 45 കോസ് ആൽഫ പിന്നെയോ മൈനസ് കോസ് 45 സൈൻ ആൽഫ അല്ലേ ഡിവൈഡഡ് ബൈ സൈൻ 45 കോസ് ആൽഫ പ്ലസ് പിന്നെന്താ വരിക? കോസ് 45 സൈൻ ആൽഫ എന്ന് വരും. പക്ഷെ സ്ക്വയർ ഇല്ലേ, അപ്പോൾ എന്തായാലും എന്ത് നമ്മൾ ഇടണം? സ്ക്വയർ നമ്മൾ ഇട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ യു പുട്ട് ദ സ്ക്വയർ. ഓക്കെ, ഇനി ഒന്ന് നോക്കിയേ. സൈൻ 45 നമുക്കറിയാം 1/√2. കോസ് 45 നമുക്കറിയാം 1/√2. താഴത്തെ സൈൻ 45ഉം 1/√2. കോസ് 45ഉം 1/√2. ഈ 1/√2നെ എല്ലാം കൂടെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരും, മൊത്തം വെട്ടിപ്പോവും. അപ്പോൾ h1/h2 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ ദ ഹോൾ സ്ക്വയർ എന്ന് വരത്തില്ലേ? മൊത്തത്തിൽ ഒരു സ്ക്വയർ വരും അല്ലേ. ഇനി ഒന്ന് നോക്കി, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. നമുക്കറിയാവുന്ന a² മൈനസ് 2ab പ്ലസ് b². നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയാണ് മാത്സിൽ, കുഞ്ഞു ക്ലാസ്സസിൽ അല്ലേ. അപ്പോൾ എന്ത് വരും? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ മൈനസ് അല്ലേ മൈനസ് 2 ഇൻറ്റു സൈൻ ആൽഫ കോസ് ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ എന്ന് വരും അല്ലേ ഡിവൈഡഡ് ബൈ. ഇനി അടുത്ത് എന്തുവാ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വേണം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പഠിച്ചല്ലേ? a² പ്ലസ് b² പ്ലസ് 2ab. അപ്പോൾ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് 2 ഇൻറ്റു സൈൻ ആൽഫ കോസ് ആൽഫ. എളുപ്പമല്ലേ? അതെ. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. തീറ്റ സെയിം ആണ്. എന്നിട്ട് അതിൻ്റെ കോസ് സ്ക്വയറും സൈൻ സ്ക്വയറിൻ്റെ സം ആണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലേ. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 1 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ എന്ത് വരും? കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ ഈസ് ഈക്വൽ ടു 1. സോ 1 മൈനസ് പിന്നെന്താ ഉള്ളത്? 2 സൈൻ ആൽഫ കോസ് ആൽഫ ഡിവൈഡഡ് ബൈ എന്ത് വരും? 1 പ്ലസ് 2 സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് വരത്തില്ലേ? യാ. ഇനി ഒന്ന് ആലോചിച്ചേ, 2 സൈൻ ആൽഫ കോസ് ആൽഫ, അത് നമ്മുടെ സൈൻ 2 ആൽഫ അല്ലേ? അത് നമുക്ക് ഓൾറെഡി അറിയാം. കാരണം നമ്മുടെ ഓപ്ഷനിൽ ഈ 2 സൈൻ ആൽഫ എന്നൊന്നും കൊടുത്തിട്ടില്ല. അപ്പം നമുക്കറിയാം 2 സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ സൈൻ 2 ആൽഫ എന്ന് നമുക്കറിയത്തില്ലയോ. അപ്പം നമുക്ക് എളുപ്പമായി. അപ്പം എന്തിടാം? 1 മൈനസ് 2 സൈൻ ആൽഫ കോസ് ആൽഫയ്ക്ക് പകരം 1 മൈനസ് സൈൻ 2 ആൽഫ എന്ന് കൊടുക്കാം. ഇനി 2 സൈൻ ആൽഫ കോസ് ആൽഫയ്ക്ക് എന്തോ കൊടുക്കാം? 1 പ്ലസ് സൈൻ 2 ആൽഫ എന്ന് കൊടുക്കാം. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ സി. സെറ്റല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബോൾ ഉണ്ട്. ആ ബോളിന് കൈനറ്റിക് എനർജി KE ഉണ്ട്. അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി ഫ്രം ദ ഹൊറിസോണ്ടൽ. അങ്ങനെയാണെങ്കിൽ ഹയസ്റ്റ് പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ? മണ്ടക്കത്തെ പോയിന്റിൽ ഇനിഷ്യൽ മീൻസ് UY എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതാ ഒരു ബോളിനെ പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനിഷ്യൽ കൈനറ്റിക് എനർജി എനിക്കറിയാം KE. ഹയസ്റ്റ് പോയിന്റിൽ VY എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നാൽ ഒറ്റ വെലോസിറ്റി മാത്രമേ കാണത്തുള്ളൂ, അത് U cos θ അല്ലേ? അതെ. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ ഓക്കെ. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ ½ cos θ ദ ഹോൾ സ്ക്വയർ എന്ന് വരും കൈനറ്റിക് എനർജി ഫൈനൽ. അപ്പോൾ ½ ഇൻറ്റു കോസ് സ്ക്വയർ θ അല്ലേ? കോസ് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആ വരിക. അപ്പോൾ 1/2ൻ്റെ സ്ക്വയർ 1/4. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ ½ ആണ്. നമുക്കതിനെ KE എന്ന് വിളിക്കാം. അപ്പോൾ പുതിയ കൈനറ്റിക് എനർജി എന്താവും? KE ഡാഷ് എന്ന് എഴുതിയാൽ പോരെ? അതെ. അപ്പോൾ KE ഡാഷ് ഇസ് ഈക്വൽ ടു ½ അറിയാൻ കൈനറ്റിക് എനർജിയാണ്. അതിൻ്റെ 1/4 ആയിരിക്കും എന്തെന്ന് പറയാം? ഹയസ്റ്റ് പോയിന്റിലെ കൈനറ്റിക് എനർജി എന്ന് പറയാം. അപ്പോൾ ഓൾറെഡി നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. അപ്പോൾ എത്ര ആയിരിക്കും? കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ 4 വിൽ ബി ദ ആൻസർ. ഈസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ബോളുണ്ട്. അതിൻ്റെ മാസ് കൊടുത്തിട്ടുണ്ട് 100 ഗ്രാം എന്ന്. ഇസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി ഓഫ്
20 meter per second at 60 degree with the horizontal. Decrease in kinetic energy ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മോഷൻ, ദ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ബോൾ ഡ്യൂറിങ് ദ മോഷൻ ഫ്രം പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ടു ദ ഹയസ്റ്റ് പോയിന്റ്. ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലുള്ള കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു മാസ് എത്രയായിരുന്നു, 100 അല്ലേ, 100 ഗ്രാം അല്ലേ. അപ്പോൾ 100 ഇൻറ്റു 10⁻³ ഗ്രാം എന്ന് പറയുമ്പോൾ കിലോഗ്രാമിലോട്ടാക്കണമല്ലോ. 10⁻³ ഇൻറ്റു എന്തെന്ന് വരും, u², അതായത് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 20 ഇൻറ്റു 20 എന്ന് വരും അല്ലേ. അതെ, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, 100 ഇൻറ്റു 10⁻³ എന്ന് എഴുതണ്ട. എന്തായാലും മാസ് അല്ലേ, നമുക്ക് കോമൺ എടുക്കാം. അപ്പം m എന്ന് തന്നെ എഴുതാം അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു m ഇൻറ്റു 20 ഇൻറ്റു 20 എന്ന് വരും, റൈറ്റ്. അപ്പോൾ ഈ 20 എന്ന് പറഞ്ഞാൽ 400 m ഡിവൈഡ് ബൈ 2 എന്നങ്ങ് എഴുതാം. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി ഫൈനൽ ഇനി എന്ത് വരുമെന്ന് നോക്കാം. അതെന്തായിരിക്കും, ഹാഫ് ഇൻറ്റു, അതായത് u cos θ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം ഒറിസോണ്ടൽ കമ്പൗണ്ട് മാത്രമേ ഉള്ളല്ലോ ഹയസ്റ്റ് പോയിന്റിൽ. അപ്പോൾ u cos θ ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു cos θ എന്ന് പറയുമ്പോൾ θ ഈസ് 60 ഡിഗ്രി അല്ലേ. അപ്പോൾ cos 60 എന്ന് പറയുമ്പോൾ 1/2 വരും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എത്ര വരും, 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഓ ഷിറ്റ്, 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നോക്കിയേ, ഹാഫ് ഇൻറ്റു മാസിനെ നമുക്ക് m എന്ന് തന്നെ കൊടുക്കാം, ഇൻറ്റു നമ്മുടെ വെലോസിറ്റി എത്ര കിട്ടി, 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 10 ഇൻറ്റു 10 അതെത്ര ആയിരിക്കും, 100 m ഡിവൈഡഡ് ബൈ 2 അല്ലേ. യെസ്, അപ്പോൾ കൈനറ്റിക് എനർജി ഫൈനൽ കിട്ടി എത്രയാണ്, 100 m ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ എനർജി ഉണ്ട്, ഫൈനൽ എനർജി ഉണ്ട്, പിന്നെ ചേഞ്ച് കണ്ടുപിടിക്കാൻ എളുപ്പമായില്ലേ. അപ്പോൾ ചേഞ്ച് കണ്ടുപിടിക്കാൻ എന്തോ ചെയ്താൽ മതി, കൈനറ്റിക് എനർജി ഫൈനലി ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഇനിഷ്യൽ ചെയ്താൽ പോരെ, എന്നാൽ ചെയ്യാം. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ, അതായത് 100 m ഡിവൈഡ് ബൈ 2 മൈനസ് 400 m ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് 100 കോമൺ എടുക്കാം, പിന്നെ എന്ത് കോമൺ എടുക്കാം, ബൈ 2 കോമൺ എടുക്കാം, പിന്നെ ഒരു m കോമൺ എടുക്കാൻ പറ്റും അല്ലേ. മാസ് എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു 10⁻³ ഇൻറ്റു 1 - 4. 1 - 4 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അതെ, 2 വെച്ച് 100നെ വെട്ടിക്കളയുമ്പോൾ 50 എന്ന് വരും. ഇനി 1 - 4 ഇസ് -3, ബാക്കിയെല്ലാം വെട്ടിപ്പോവല്ലോ. അപ്പോൾ 5 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ജൂളായിരിക്കും, 15 ജൂൾ എന്നായിരിക്കും കിട്ടുക. അപ്പോൾ ഡിക്രീസ് ഇൻ എനർജി എത്ര ആയിരിക്കും, 15 ജൂൾ വിൽ ബി ദ ആൻസർ. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ θ തന്നിട്ടുണ്ട് 30 ഡിഗ്രി, അതുമാതിരി വെലോസിറ്റി തന്നിട്ടുണ്ട് 60 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ s = u + a/2 ഇൻറ്റു 2n - 1 ഇട്ട് കൊടുക്കാം. ആദ്യത്തെ സെക്കൻഡിലെ വെലോസിറ്റി ഹൈറ്റ് ആണ് ഈ HO എന്ന് പറയുന്നത്. അപ്പോൾ HO = u എത്ര, u നമുക്ക് തന്നേക്കുന്നത് 60 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ ഒരു പ്രൊജക്ടൈൽ ഇതായി ഇങ്ങനെ മൂവ് ചെയ്യുന്നു, അത് പോകുന്ന വെലോസിറ്റി 60 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നു. പിന്നെന്താണ്, പിന്നെ തന്നേക്കുന്നത് θ 30 ഡിഗ്രിയാണ് വിത്ത് ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പോൾ 30 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടലാണ് അല്ലേ. അപ്പോൾ u cos θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 cos 30 ഡിഗ്രി വരും അല്ലേ. cos 30 എന്ന് പറയുമ്പോൾ √3/2 വരും. ഓക്കെ, പക്ഷെ നമുക്ക് എന്തോ മതി, ഹൈറ്റിലുള്ളത് മതി. അപ്പോൾ 60 സൈൻ എടുത്താൽ മതി. 60 sin 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഇൻറ്റു 1/2, 60/2 വിച്ച് ഇസ് 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എത്ര വരും, 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. അപ്പോൾ u നമുക്ക് മനസ്സിലായി എത്ര ആണെന്ന്, 30 പ്ലസ്. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാ, ആക്സിലറേഷൻ താഴോട്ടാ. അപ്പോൾ താഴോട്ടാവുമ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം ആക്സിലറേഷൻ എത്ര, -10. അപ്പോൾ പ്ലസ് അല്ല, -10 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു, ഇനി എന്നിൻ്റെ വാല്യൂ 1, അപ്പോൾ 2 ഇൻറ്റു 1 -1 അല്ലേ. അപ്പോൾ 30, 2ഉം 10ഉം ഇവിടെ വെട്ടിയ 5 വരും. അപ്പോൾ 30 - 5 ഇൻറ്റു 5 ഇൻറ്റു 2 ഇൻറ്റു 1 2, 2 - 1 1 വരും അല്ലേ. അപ്പോൾ എത്ര വരും, 30 - 5 is 25 എന്ന് നമുക്ക് ആദ്യത്തെ HO ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് എന്തുവാ, നമുക്കിനിയും വേണ്ടതാണ് H1 ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം അതിന് വേണ്ടി നമുക്ക് ആദ്യം ആ ലാസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്ന ടൈം വേണം. അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈമാണ്. അപ്പോൾ ടൈം എന്ത് കിട്ടും, വെലോസിറ്റി ബൈ ആക്സിലറേഷൻ. വെലോസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എത്ര, 30 അല്ലേ. പിന്നെ ആക്സിലറേഷൻ എത്ര വരും, 10. അപ്പോൾ എത്ര ടൈം എന്ന് പറയുന്നത്, 3 സെക്കൻഡിലായിരിക്കും ഇത് ആ ഹൈറ്റ് ട്രാവൽ ചെയ്യുക. ക്ലിയർ അല്ലേ.
അപ്പോൾ H1 ഈസ് ഈക്വൽ ടു സിമിലർ ഇക്വേഷൻ ഇട്ടാൽ മതി. യു എത്ര, യു വൈ പ്ലസ് AY ഡിവൈഡഡ് ബൈ 2 ഇടണം, ബൈ 2 ഇടാൻ മറന്നു, ബൈ 2 ഇൻറ്റു 2n മൈനസ് 1. 30 മൈനസ് 10 ഡിവൈഡഡ് ബൈ 2 ബട്ട് മൈനസ് 10 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു n എത്രടാ 3 മൈനസ് 1. അപ്പോൾ എന്ത് വരും? 30 മൈനസ് 10/2 5 ഇൻറ്റു 6 മൈനസ് 1 എത്ര വരുന്നത്? 5 അല്ലേ? അപ്പോൾ 30 മൈനസ് 25 വിച്ച് ഇസ് എത്ര? 5 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തത് 25ഉം രണ്ടാമത്തത് 5ഉം. അപ്പോൾ HO ഈസ് ഈക്വൽ ടു 25 ആൻഡ് H1 ഈസ് ഈക്വൽ ടു 5. ഇനി ഇതിൻ്റെ രണ്ടെണ്ണത്തിനെയും കൂടെ റേഷ്യോ അല്ലേ വേണ്ടേ? അപ്പോൾ എന്തോ ചെയ്താൽ മതി? HO ഡിവൈഡഡ് ബൈ H1 എടുക്കാം. HO ഡിവൈഡഡ് ബൈ H1 എന്ന് പറയുമ്പോൾ HO എത്രയായിരുന്നു? 25. H1 എത്രയായിരുന്നു? 5 ഈസ് ഈക്വൽ ടു എന്ത് വരും? 5 മീറ്റർ. 5:1 എന്നായിരിക്കും നമുക്ക് റേഷ്യോ വരിക അല്ലേ? അപ്പോൾ ആൻസർ ഉണ്ടല്ലോ, 5 മീറ്റർ. സെറ്റല്ലേ? ഇത്രയേ ഉള്ളായിരുന്നു. അതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ഒന്ന് ലോജിക്ക് വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ എ പ്രൊജക്ടൈൽ ഇസ് 64 മീറ്റർ. അതായത് എച്ച് മാക്സ് കൊടുത്തിട്ടുണ്ട് എത്ര ആണെന്ന്? 64 മീറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇഫ് ദ ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഹാഫ്ഡ്, ഞാൻ വെലോസിറ്റി അങ്ങ് ഹാഫ് ആക്കി, യു എന്താക്കി? U/2 ആക്കി. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ട എന്തുവാ? മാക്സിമം ഹൈറ്റ് അല്ലേ? എച്ച് മാക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? UY² ഡിവൈഡഡ് ബൈ 2G അല്ലേ? അതെ. അപ്പോൾ ന്യൂ മാക്സിമം ഹൈറ്റാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ അങ്ങ് എടുക്കാം. എച്ച് മാക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു U² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 64 ആണ് ആദ്യത്തെ ഹൈറ്റ്, അവിടുത്തെ വെലോസിറ്റി U². അപ്പം U² എന്ന് തന്നെ എഴുതാം. ഡിവൈഡഡ് ബൈ നമുക്ക് അടുത്ത് അറിയത്തില്ല, ലെറ്റ്സ് പുട്ട് ആസ് X U². അപ്പോൾ U/2 ആയെന്നല്ലേ? അപ്പോൾ U² എടുക്കുമ്പോൾ U²/4 വരും. അപ്പോൾ വെട്ടിപ്പോവല്ലോ. അപ്പോൾ നമുക്ക് X എന്തോ കിട്ടും? 64 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പം 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 മീറ്റർ എന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഉത്തരം കിട്ടുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. 16 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് ഇതിൻ്റെ ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ആംഗിൾ ഓഫ് പ്രൊജക്ഷനാണ് ചോദിച്ചേക്കുന്നത്. അവർ പറയുന്നുണ്ട് ഹൊറിസോണ്ടൽ റേഞ്ചും ഹൈറ്റും മാക്സിമം ആണെന്ന്. നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല R tan θ ഈസ് ഈക്വൽ ടു 4H max ഈസ് ഈക്വൽ ടു എന്താണ്? 5T² ആണ് അല്ലേ? നമുക്ക് അതിനകത്തുനിന്ന് R tan θ ഈസ് ഈക്വൽ ടു 4H max മാത്രം എടുക്കാം. അപ്പോൾ R ഇൻറ്റു tan θയ്ക്ക് tan θ തന്നെ കൊടുക്കാം ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു H max. അവർ പറയുന്നുണ്ട് റേഞ്ചും മാക്സിമം ഹൈറ്റും സെയിം ആണ്. അപ്പോൾ ആറും H max എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. വെട്ടിക്കളയാം. അപ്പോൾ എന്ത് കിട്ടി? tan θ ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ θ എന്തായിരിക്കും? tan ഇൻവേഴ്സ് 4. അപ്പോൾ ഏതായിരിക്കും ഇവിടെ ഓപ്ഷൻ B വിൽ ബി ദ ആൻസർ. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് മാസ് M is thrown horizontally with a velocity of V from the top of the tower at a height h അല്ലേ? അപ്പോൾ ഞാനൊരു ബോളിനെ V വെലോസിറ്റിയിൽ എറിയാണ്. അതിൻ്റെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് H മീറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ആ 100 മീറ്റർ ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ടവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടുത്തെ റേഞ്ചാണ് ഈ 100 മീറ്റർ എന്ന് പറയുക. ഓക്കെ അല്ലേ? റേഞ്ചാണ് അവിടുത്തെ എന്ത്? 100 മീറ്റർ. ക്ലിയർ അല്ലേ? ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ടവർ. ഇനിയും അടുത്ത കേസിൽ ബോഡി ഓഫ് മാസ് 2M ത്രോൺ അറ്റ് വെലോസിറ്റി V/2 ആണ്. അപ്പോൾ ഇനിയും ഞാൻ അറിയാൻ പോകുന്നത് എത്ര വെലോസിറ്റിയിലായിരിക്കും? V/2 വെലോസിറ്റിയിലായിരിക്കും എന്ത് ചെയ്യുക? ത്രോ ചെയ്യാൻ പോകുന്നത്. ഇനി അപ്പോൾ ഉള്ള ഹൈറ്റ് എത്ര എന്ന് പറയുന്നുണ്ട്? 4H ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റേഞ്ചാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 2 കേസ് ആക്കി ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് റേഷ്യോ എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും റേഞ്ചിനുള്ള ഇക്വേഷൻ അറിയാം അല്ലേ? റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് വെലോസിറ്റിയിലാണ് അറിയുന്നത്? ഇൻറ്റു ദ ടൈമാണ് അല്ലേ? അപ്പോൾ UX ഇൻറ്റു T, അതായത് UXA ഇൻറ്റു Tക്ക് നമുക്ക് എന്ത് കൊടുക്കാം? √2H ഡിവൈഡഡ് ബൈ G എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? നമുക്ക് ആദ്യത്തെ കേസിൽ റേഞ്ച് അറിയാം എത്ര? 100 മീറ്റർ ആണെന്ന്. 100 ഈസ് ഈക്വൽ ടു UX U അല്ലെങ്കിൽ V. ഓക്കെ. V ഇൻറ്റു √2 ഇൻറ്റു ഹൈറ്റ് എത്ര? H ഡിവൈഡഡ് ബൈ G. രണ്ടാമത്തെ കേസിലെ റേഞ്ച് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് അറിയാത്ത കൊണ്ട് തന്നെ നമുക്കതിനെ എന്തെന്ന് വിളിക്കേണ്ടി വരും? X എന്ന് വല്ലതും വിളിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ X ഇസ് ഈക്വൽ ടു അപ്പോൾ എറിയുന്ന വെലോസിറ്റി എത്ര? V/2 ആണല്ലേ? നമുക്ക് അവിടെയും V ആക്കാം.
v/2 ഇൻറ്റു √2. ഹൈറ്റ് നമുക്കറിയാം 4h ആണ്. അപ്പോൾ 4h ഡിവൈഡഡ് ബൈ ജി, 4ha ഡിവൈഡഡ് ബൈ ജി എന്ന് വരും. എന്നിട്ട് എന്തെടുത്താൽ മതി, രണ്ടെണ്ണത്തിനെയും കൂടെ റേഷ്യോ നമുക്ക് എടുക്കാം. സെക്കൻഡ് ഇക്വേഷൻ വരും. ഫസ്റ്റ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ ചെയ്യുമ്പോൾ 100 ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു, വിയും എന്തായാലും ക്യാൻസൽ ആയി പോവല്ലോ. അപ്പോൾ 1/2 താഴെ കിടക്കും. പിന്നെന്താണ് 1/2 വന്നു. പിന്നെ താഴെ √2 ഇൻറ്റു 4h/g അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് √2h/g ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു 4h/g എന്ന് നമുക്ക് എഴുതാം അല്ലേ. നമുക്കവിടെ വിയും v/2 എന്നല്ലേ അല്ലേ നിൽക്കാം, വിയും v/2 ആക്കാം. അപ്പോൾ എന്ത് വരും, √2 ഇൻറ്റു 4h/g എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിയും ക്യാൻസൽ ചെയ്തുകൂടെ, വിയും വെട്ടിക്കളയാം, 2 വെട്ടിക്കളയാം, h വെട്ടിക്കളയാം, ജിയും വെട്ടിക്കളയാം. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി എന്തേ ഉള്ളൂ, 100 ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു, ഈ താഴെ കിടക്കുന്ന 1/2 എന്തായാലും മണ്ടയ്ക്ക് പോകും. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ √4 നമുക്കറിയാം എത്ര ആണെന്ന്, 2 ആണെന്ന് അറിയാം. അപ്പോൾ 2 ക്യാൻസൽ ആയി പോവും. അപ്പോൾ എക്സ് എത്ര കിട്ടും, 100 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അവിടുത്തെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും, 100 മീറ്റർ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്ന റേഞ്ച് എന്ന് പറയാം, 100 മീറ്റർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, പൊസിഷൻ ഓഫ് an ant in yz plane is given by s is equal to 2t² j cap plus 5k cap. ടൈം കൊടുത്തിട്ടുണ്ട് 1 സെക്കൻഡ് ആണെന്ന്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വെലോസിറ്റി കണ്ടുപിടിച്ചുകൂടെ. എസ് അറിയാം, 2t² j cap a പ്ലസ് എത്ര 5k cap ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്താണ്, ds/dt ആണ്. അപ്പോൾ ds ഡിവൈഡഡ് ബൈ dt. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കണം. 2t² എന്ന് പറയുമ്പോൾ 4t j cap പ്ലസ് 0 എന്ന് വരത്തില്ലേ, കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ 4 ഇൻറ്റു ടി എത്ര 1 സെക്കൻഡ്, 4 j cap കിട്ടും. അപ്പം 4 മീറ്റർ/സെക്കൻഡ് ജെ ക്യാപ്പിലോട്ടാണ്. അപ്പോൾ ഏതായിരിക്കും, 4 മീറ്റർ/സെക്കൻഡ് വൈ ഡയറക്ഷൻ ആയിരിക്കും നമ്മുടെ ഉത്തരം വരിക. വൈ ഡയറക്ഷനിലോട്ടായിരിക്കും, ജെ ക്യാപ്പ് അല്ല, അപ്പോൾ വൈ ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അപ്പോൾ ഒരു പ്രൊജക്ടൈലിനെ നമ്മൾ എറിയുന്നുണ്ട് വിത്ത് എ വെലോസിറ്റി ഓഫ് യു എന്ന് പറയുന്നുണ്ട് അല്ലേ. യു വെലോസിറ്റിയിൽ ഞാൻ എറിയുന്നുണ്ട്. പിന്നെന്താ പറയുക, അറ്റ് ഹയസ്റ്റ് പോയിൻറ്റ് ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ, ഏറ്റവും മാക്സിമം പോയിൻ്റ് ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി എത്ര, √3/2 u ആണ്. നമുക്കറിയാം മാക്സിമം ഹൈറ്റ് വരുമ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി എന്തായിരിക്കും, vy എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെ ആകെയും കൂടെ u cos θ മാത്രമേ ഉള്ളൂ. അപ്പോൾ u cos θ = √3/2 u ക്യാൻസൽ ആവത്തില്ലേ. cos θ നമുക്ക് എപ്പോഴാണ് കിട്ടുക, √3/2 30 ഡിഗ്രി ആകുമ്പോഴാണ് കിട്ടുക. അപ്പോൾ θ 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചൂടെ, 2u sin θ ഡിവൈഡ് ബൈ g. 2 ഇൻറ്റു യു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, u ഇൻറ്റു sin 30 എത്ര 1/2 ഇൻറ്റു ജി. ജിക്ക് 10 എന്ന് കൊടുത്താൽ കുഴപ്പമില്ല, 10 ഇവിടെ കൊടുക്കണ്ട. ഈ u ഡിവൈഡഡ് ബൈ ജി എന്ന് എന്ത് കിട്ടും, നമുക്ക് ഉത്തരം കിട്ടും, വിച്ച് ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. 2 ബോഡീസ് ഉണ്ട്, അതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് ഫ്രം ദ ഗ്രൗണ്ട് വിത്ത് ദ സെയിം സ്പീഡ്. അപ്പോൾ എന്താണെന്ന് പറയുന്നുണ്ട്, സെയിം ആണെന്ന് പറയുന്നുണ്ട്. 40 മീറ്റർ/സെക്കൻഡിലാണ് എറിയുന്നത്. ആ ബോഡിക്ക് സെയിം റേഞ്ചും ആണ് ഉള്ളതെന്നും പറഞ്ഞു. ആദ്യത്തെ ബോഡി എറിഞ്ഞത് 60 ഡിഗ്രിയിലാണ് വിത്ത് ദ ഹൊറിസോണ്ടൽ. ദെൻ ദ സം ഓഫ് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻ ബൈ ദ 2 പ്രൊജക്ടൈലീസ്. അതായത് സെയിം റേഞ്ച് പറയുവാണെങ്കിൽ ഒന്ന് 60 ഡിഗ്രി ആണെങ്കിൽ മറ്റേത് എത്രയിലായിരിക്കണം, 30 ഡിഗ്രി ആയിരിക്കണം, കോംപ്ലിമെൻ്ററി ആയിരിക്കണം അല്ലേ. അപ്പോൾ 60 ഡിഗ്രിയിലെ h1 കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് വരും, u² sin² θ ഡിവൈഡഡ് ബൈ 2g അല്ലേ. അതെ, അപ്പോൾ u² എത്രയാണ്, 40 മീറ്റർ/സെക്കൻഡ്, 40 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ 40 ഇൻറ്റു 40 sin 60 അല്ലേ. sin 60 എന്ന് പറഞ്ഞാൽ √3/2. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3/4 വരും. ഇൻറ്റു 2 ഇൻറ്റു ജി 10 വരും. നമുക്ക് വെട്ടിക്കളയാമല്ലോ. 4 പോയി, 0 പോയി, 2 വെച്ച് വെട്ടാം. അപ്പോൾ എന്ത് കിട്ടും, 60 മീറ്റർ എന്ന് നമുക്ക് ഹൈറ്റ് കിട്ടും. ഹൈറ്റ് എത്ര കിട്ടി, 60 മീറ്റർ. രണ്ടാമത്തെ കേസിന് 30 ഡിഗ്രിയിലെ കണ്ടുപിടിക്കണം, അതാണ് h2. അവിടെ സിമിലർ ഫോമുല u² ഇട്ടാൽ മതി. 40 ഇൻറ്റു 40 ഇൻറ്റു sin 30 എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ സ്ക്വയർ എടുക്കുമ്പോൾ 1/4 വരും. ഇൻറ്റു 2g, 2 ഇൻറ്റു 10. അപ്പം വെട്ടിക്കളയാമല്ലോ, 0 ഒക്കെ വെട്ടിക്കളയാം. അങ്ങനെ വെട്ടിക്കളയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, 20 മീറ്റർ എന്ന് കിട്ടും.
അപ്പോൾ ആദ്യത്തെ 60 മീറ്ററും കിട്ടി, പിന്നത്തെ 20 മീറ്ററും കിട്ടി. നമുക്ക് സമ്മല്ലേ വേണ്ടേ? അപ്പോൾ 60 + 20 എന്ത് വരും? 80 മീറ്റർ എന്ന് വരും. സോ ദാറ്റ്സ് ഇറ്റ്. സോ സമ്മ നമുക്ക് എത്ര കിട്ടും? 80 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. A stone is projected at an angle 30 degree to the horizontal. ഹൊറിസോണ്ടലുമായിട്ട് ഉള്ള ആംഗിളാണ് എത്ര? 30 ഡിഗ്രി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി അറ്റ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ടു ദ കൈനറ്റിക് എനർജി അറ്റ് ഹയസ്റ്റ് പോയിന്റ്. അപ്പോൾ ഹയസ്റ്റ് പോയിന്റ് ആയുകയും കൂടെ ഏതാ വരുന്നത്? യു കോസ്റ്റീറ്റ മാത്രമേ വരത്തുള്ളൂ, യു വൈ ഇല്ല. അപ്പോൾ ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ × m × u² ആയിരിക്കും അല്ലേ? ഇനി ഹയസ്റ്റ് പോയിന്റിലെ കൈനറ്റിക് എനർജിയോ ½ m × u cos തീറ്റയുടെ സ്ക്വയർ ആയിരിക്കും. u² cos² തീറ്റ വരും അല്ലേ? അപ്പോൾ ½ m u² cos 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2. അതിൻ്റെ സ്ക്വയർ എന്ത് വരും? 3/4 എന്ന് വരും അല്ലേ? 3/4 വരും. √3/2യുടെ സ്ക്വയർ അതെ 3/4 എന്ന് വരും. അതെ. അപ്പോൾ കൈനറ്റിക് എനർജി ഇനീഷ്യലിനെ നമുക്ക് കൈനറ്റിക് എനർജി എന്ന് തന്നെ വിളിക്കാം, കെ എന്ന് തന്നെ വിളിക്കാം. ഇനി കൈനറ്റിക് എനർജി ഫൈനലിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു ½ mu² ഉണ്ട്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 3ke / 4 എന്ന് എഴുതാൻ പറ്റും. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താണ്? റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ഇനീഷ്യൽ ടു ദാറ്റ് ഓഫ് ദ ഹയസ്റ്റ് പോയിൻറ്റ് വിൽ ബി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വരും? 4:3 എന്നായിരിക്കും നമുക്ക് ഉത്തരം വരിക. അപ്പോൾ 4:3 എന്നായിരിക്കും നമ്മുടെ റേഷ്യോ. സെറ്റല്ലേ? അപ്പോൾ അത് ഏതാണ് വരിക? ഓപ്ഷൻ ഡി. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 ഒബ്ജക്റ്റ് ആർ പ്രൊജക്റ്റഡ് അറ്റ് സെയിം വെലോസിറ്റി u. വെലോസിറ്റി സെയിം ആണ്, പക്ഷേ ഡിഫറെൻറ്റ് ആംഗിളാണ്. എന്നാൽ അവൻ്റെ സമ്മ് നോക്കുമ്പോൾ എത്രയാണെന്നും പറയുന്നുണ്ട്? 90 ഡിഗ്രിയാന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം കോംപ്ലിമെൻ്ററി ആണെന്നുണ്ടെങ്കിൽ റേഞ്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം ഫസ്റ്റ് അറിയുമ്പോഴും സെക്കൻഡ് അറിയുമ്പോഴും റേഞ്ച് സെയിം. അപ്പോൾ ഏതായിരിക്കും റേഷ്യോ? 1:1 ആയിരിക്കും. ഈസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ദ മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് ടു വിച്ച് എ മാൻ ക്യാൻ ത്രോ എ ബോൾ ഇസ് 136 മീറ്റർ. അപ്പോൾ എച്ച് മാക്സ് തന്നിട്ടുണ്ട് എത്ര? 136 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമുക്ക് എച്ച് മാക്സ് അറിയാം, u² / 2g ആ മാക്സിമം ആണല്ലോ. ഇനി റേഞ്ച്, മാക്സിമം റേഞ്ച് എത്ര? 45 ഡിഗ്രിയിൽ വരുമ്പോഴാണ് അല്ലേ? അതെത്ര വരും? u² / g ആണ് മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ u² / 2g ആണ് 136. ആ u² / g മാത്രം അവിടെ വെച്ചിട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് റേഞ്ച് കിട്ടിയില്ലേ? അപ്പോൾ റേഞ്ച് എന്ത് വരും? 136 × 2 എന്ന് വരത്തില്ല. u² / g അല്ലേടാ റേഞ്ച്. അപ്പോൾ 2 വെച്ച് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2 × 136 എത്ര വരും? 272 മീറ്റർ എന്ന് നമുക്ക് വരും. വിച്ച് ഇസ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ഒരു പ്രൊജക്റ്റൈൽ നമ്മൾ 30 ഡിഗ്രിയിൽ എറിയുന്നുണ്ട്. വിത്ത് ഹൊറിസോണ്ടലാണ് 30 ഡിഗ്രി എന്ന് പറയുന്നത്. വെലോസിറ്റി കൊടുത്തിട്ടുണ്ട് എത്ര? 40 മീറ്റർ/സെക്കൻഡ് ആണെന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ദ പ്രൊജക്റ്റൈൽ അറ്റ് t = 2 സെക്കൻഡ്. അപ്പോൾ vy = uy + at നമുക്ക് എടുത്തുകൂടെ? ay × t അല്ലേ? നമുക്ക് vy ആണ് കണ്ടുപിടിക്കേണ്ടത്. uy എത്രയാണ്? 40 മീറ്റർ/സെക്കൻഡ് അല്ല, 40 sin 30 എന്ന് എടുക്കണം. sin 30 40 × 1/2. പിന്നെ ay എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -10 അല്ലേ? ഇൻറ്റു ടൈം എത്രയാണ്? 2 സെക്കൻഡ് അല്ലേ? നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എന്ത് കിട്ടും? 240 വെട്ടിക്കളയുമ്പോൾ 20 വരും അല്ലേ? 20 -20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 അല്ലേ? അപ്പം vy എന്തില്ല? വെലോസിറ്റി ഒന്നും തന്നെ ഇല്ല. അപ്പം നമുക്കിനി കണ്ടുപിടിക്കേണ്ട vx-ലെ നമുക്ക് സിമിലർലി ഇതേ കണക്ക് എഴുതാൻ പറ്റുമല്ലോ. എന്തെന്ന് എഴുതാം? vx = uxa + ax × t എന്ന് എഴുതിക്കൂടെ? നമുക്കറിയാം എക്സ് ആക്സിസിൽ എന്തില്ലെന്നറിയാം? ആക്സിലറേഷൻ ഇല്ല. vx = ux എത്ര? 40 × cos 30 അല്ലേ? അപ്പോൾ √3 / 2. ax എന്തായാലും 0. എക്സ് ആക്സിസ് ആക്സിലറേഷൻ ഇല്ല. അപ്പോൾ എന്ത് കിട്ടും? കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 √3 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. അപ്പം y ആക്സിസിലില്ല, എക്സ് ആക്സിസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 20 √3 മീറ്റർ/സെക്കൻഡ് എന്നായിരിക്കും ഉത്തരം. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ?
ഇനി ഒരു പ്രൊജക്റ്റൈലിനെ 30 ഡിഗ്രി ഫ്രം ദ ഗ്രൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. 30 ഡിഗ്രിയിലാണ് അത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആൻഡ് അത് ആദ്യത്തെ 3 സെക്കൻഡ് ആയപ്പോൾ ഒരു ഹൈറ്റിലെത്തി. അതേ ഹൈറ്റിൽ തന്നെയാണ് 5-ാമത്തെ സെക്കൻഡിലും അത് അതേ ഹൈറ്റിലാണ് ട്രാവൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. വെച്ചാൽ ആദ്യത്തെ 3 സെക്കൻഡിൽ ഒരു ഹൈറ്റ് എത്രയാണോ എത്തിയത് അത്രയും ഹൈറ്റ് തന്നെ 5 സെക്കൻഡിലും അത് എത്തിയിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ഓഫ് ദ പ്രൊജക്റ്റൈൽ കണ്ടുപിടിക്കാൻ, അപ്പോൾ ആദ്യത്തെ 5 സെക്കൻഡിൽ അത് അത്രയും ട്രാവൽ ചെയ്തെങ്കിൽ ബാക്കി വരുന്നത് അതായത് ആ പകുതി ഹൈറ്റ് വരെ എത്തിയത് 3 സെക്കൻഡ് അല്ലേ, പിന്നെ ബാക്കി വരാനും 3 സെക്കൻഡ് അല്ലേ എടുക്കുക. അപ്പം മൊത്തം ടൈം എടുക്കുമ്പോൾ അതായത് ആ 2-ാമത്തെ ഹൈറ്റ് വരെ എത്തിയത് 5 സെക്കൻഡ് പ്ലസ് 3 സെക്കൻഡ്, അതായത് 8 സെക്കൻഡ് വരും ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. അപ്പോൾ 8 = 2 ഇൻറ്റു, ഇനി നമുക്കറിയത്തില്ല വെലോസിറ്റി എത്ര, അപ്പോൾ u sin θ 30 അല്ലേ, അപ്പോൾ sin 30 1/2 ഇൻറ്റു g വരും. ജിക്ക് നമുക്ക് 10 കൊടുക്കാം അല്ലേ, 2ഉം 2ഉം വെട്ടിപ്പോവും. അപ്പോൾ u എത്ര കിട്ടി, 80 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. രണ്ട് പ്രൊജക്റ്റൈലുണ്ട് A and B. So it is thrown with initial velocity 40 meter per second and 60 meter per second, 30 and 60 degree. So they are asking about the range. So range is equal to നമുക്കറിയാം u square sin 2θ divided by g ആണെന്നുള്ളത് നമുക്കറിയാം. The u is given and the angle is as well given, right? So 40 into 40 ആദ്യത്തെ റേഞ്ച് എടുക്കുമ്പോൾ into sin 2θ. So sin 60 വരും, θ 30 വരും. അപ്പോൾ sin 60 is √3/2. So basically √3/2 വരും. g anyways വെട്ടിപ്പോവല്ലോ. സോ R2 എന്ന് പറയുമ്പോൾ അഗൈൻ 60 into 60 വരും. ആൻഡ് sin 120 ആയിരിക്കും വരിക, ബിക്കോസ് θ 60 ഡിഗ്രി അല്ല, അപ്പോൾ sin 120 ആയിരിക്കും. sin 120 is -√3 divided by 2. വീണ്ടും അഗൈൻ ദാറ്റ് വിൽ ഗെറ്റ് ക്യാൻസൽഡ് അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ ക്യാൻസലായി പോകുമ്പോൾ പിന്നെ ആകെയും കൂടെ ഉള്ളത് എന്താണ്, 2 വരും. മണ്ടയ്ക്ക് വീണ്ടും 2 വരും, താഴെ 2 3യും വരും. അപ്പോൾ ഇറ്റ് വിൽ ബി 4:9. 4:9 will be the answer. Yeah, that's it. Next, the range of projectile projected at an angle of 50 degree with the horizontal is 15 meter. So range തന്നിട്ടുണ്ട് 50 meter, theta is 15 degree. 45 ഡിഗ്രി ആകുമ്പോൾ പ്രൊജക്റ്റൈലാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. സോ നമുക്കറിയാം റേഞ്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു sin 2θ, റൈറ്റ്. സോ 15ൻ്റെ 2 times എന്ന് പറയുമ്പോൾ 30 ആണ്. sin 30 is 1/2. ആൻഡ് 45ൻ്റെ ഡബിൾ sin 90, വിച്ച് ഇസ് sin 90 നമുക്കറിയാമല്ലോ 1 ആണെന്ന്. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും, x is equal to 5 into 10 meter എന്ന് വരും. സോറി 50 meter, സോറി 10 meter അല്ല, ഐ മീൻ ഹൊറിസോണ്ടൽ റേഞ്ച് തന്നേക്കുന്ന 50 meter അല്ലേ. അപ്പോൾ 50 divided by x എന്നാണ് വരേണ്ടത്, 5 divided by x അല്ല, മൈ മിസ്റ്റേക്ക്. അപ്പോൾ 50/x is equal to 1/2. സോ x എന്ത് കിട്ടും, 100 meter എന്ന് നമുക്ക് കിട്ടും. സോ x is equal to 100 meter. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ട്രജക്ടറി തന്നിട്ടുണ്ട് y is equal to x minus x²/20. അതിന് നമുക്ക് ആദ്യം പഠിക്കണം y is equal to ax minus bx² എന്ന് നമുക്ക് പ്രൊജക്റ്റൈലിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അവിടെ tan θ a ആയിരിക്കും, റേഞ്ച് എന്ന് പറയുന്നത് a/b ആയിരിക്കും. ഓക്കെ അല്ലേ. സോ അത് വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാം, പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. നമുക്കറിയാം r tan θ is equal to 4h max is equal to 5t² ആണ്. നമുക്കിവിടെ റേഞ്ചും tan θ ഒക്കെ തന്നെ മതി എങ്കിൽ നമുക്ക് മാക്സിമം ഹൈറ്റ് സുഖത്തെ കണ്ടുപിടിക്കാം. കാരണം ഇവിടെ tan θ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 1 ബേസിക്കലി അല്ലേ. കാരണം ഇവിടെ എയുടെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ bx² 1/20 ആണ്. അപ്പോൾ tan θ a മീൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് റേഞ്ച് a/b മീൻസ് 1/1/20, അതായത് 20 ആയിരിക്കും റേഞ്ച് എന്ന് പറയുന്നത്. tan θ എന്തായാലും 1ഉം ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, 20 into tan θ 1 is equal to 4h max. വെട്ടിക്കളയുമ്പോൾ 5 is equal to h max എന്ന് കിട്ടും. സോ h max എത്ര ആയിരിക്കും, 5 meter ആയിരിക്കും. ഓക്കെ, now moving ahead with the next question. Projectile A and B are thrown with initial velocity കൊടുത്തിട്ടുണ്ട് 40 meter per second and 60 meter per second. Angle is given 30 and 60 degree. Ratio of their ranges ആണ് കണ്ടുപിടിക്കേണ്ടത്.
നമുക്കറിയാം ഫോർമുല ഒക്കെ അറിയാം. u² sin 2θ. ഐ തിങ്ക് വി ഹാവ് ഓൾറെഡി ഡൺ ഇറ്റ് അല്ലേ? 4:9. വി ഹാവ് ഓൾറെഡി ഡൺ ദാറ്റ് ക്വസ്റ്റ്യൻ. സോ അത് 4:9 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വെൻ എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് അറ്റ് എൻ ആംഗിൾ 45 ഡിഗ്രി ഇറ്റ്സ് റേഞ്ച് ഇസ് മാക്സിമം അല്ലേ? അതെ, റേഞ്ചിൻ്റെ ഫോർമുല എന്തുവാ? u² sin 2θ ഡിവൈഡഡ് ബൈ g അല്ലേ? θ 45 എന്ന് പറയുമ്പോൾ 2θ അപ്പം എത്ര? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ sin 2θ 1 ആണെങ്കിലാണ് മാക്സിമം ആവുക. 2θ 90 ഡിഗ്രിയും θ എത്ര ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അസർഷൻ ശരിയാ. മാക്സിമം റേഞ്ച് എന്ന് പറയുമ്പോൾ sin 2θയുടെ വാല്യൂ എന്തായിരിക്കണം? 1 ആയിരിക്കണം. So both assertion and reason are true and it is the correct explanation of the assertion. Moving with the next question. രണ്ട് projectile ഉണ്ട്. സെയിം ഇനിഷ്യൽ വെലോസിറ്റി ആണ് കൊടുത്തേക്കുന്നത്. മേക്കിംഗ് an angle of 45 degree and 30 degree. The ratio of their ranges. So നമുക്കറിയാം range is directly proportional to sin 2θ എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പം പിന്നെ r1 ഡിവൈഡഡ് ബൈ r2 റേഷ്യോ അങ്ങ് എടുത്താൽ പോരെ അല്ലേ? അപ്പം എന്ത് വരും? അപ്പോൾ വരിക r1 ഡിവൈഡഡ് ബൈ r2 എടുത്താൽ മതി. r is directly proportional to sin 2θ. So r1 divided by r2 is equal to θ ആദ്യത്തെ 45 ഡിഗ്രി. അപ്പോൾ sin 2θ will be 1 and sin 2 into 30 sin 60 is √3 divided by 2 അല്ലേ? So the answer will be 2 is to √3. 2 by √3. So the option is option C. Okay അല്ലേ? Moving with the next question. ഒരു projectile ഉണ്ട്. It is projected with a velocity of 25 meter per second. നമ്മളത് എറിയുന്നുണ്ട്. After t second, its inclination with the horizontal becomes 0. അത് ഞാൻ പ്രൊജക്ടൈലിനെ എറിഞ്ഞു. അത് എറിഞ്ഞത് 25 മീറ്റർ പെർ സെക്കൻഡിലാണ്. ഈ ടി സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് ദ ഹൊറിസോണ്ടൽ, അതായത് മാക്സിമം ഹൈറ്റ് ആണ്. അപ്പോൾ മനസ്സിലായി എടാ, ഇൻക്ലിനേഷൻ വിത്ത് ദ ഹൊറിസോണ്ടൽ 0 ആയി. അപ്പോൾ എവിടാ മാക്സിമം ഹൈറ്റിലുള്ള കാര്യമാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലായോ? ഇനി ഇഫ് ആർ റെപ്രസെൻറ്റ് ദ ഹൊറിസോണ്ടൽ റേഞ്ച്, അങ്ങനെയാണെങ്കിൽ നമുക്ക് തീറ്റയുടെ വാല്യൂ എങ്ങനെയും കണ്ടുപിടിക്കണം. ആറാണ് റേഞ്ച് എന്ന് അവർ പറയുന്നുണ്ട്. സോ എനിവേസ് ഒരു കാര്യം ക്ലിയറാ, ഇത് മാക്സിമം ഹൈറ്റിലെ ഇൻക്ലിനേഷൻ എന്തായാലും 0 ആകത്തുള്ളൂ. അപ്പം മൊത്തം ടൈം ഓഫ് ഫ്ലൈറ്റ് 2u/g. അപ്പോൾ ആ മാക്സിമം ഹൈറ്റ് വരെയുള്ള ടൈം ഓഫ് ഫ്ലൈറ്റ് എന്തുവാ? u/g അല്ലേ? അപ്പോൾ u/y ഡിവൈഡഡ് ബൈ g എന്ന് എടുക്കാം. ദാറ്റ് ഈസ് u sin θ ഡിവൈഡഡ് ബൈ g. ഓക്കെ അല്ലേ? അതായിരിക്കും എന്ത്? നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ല, ആ മാക്സിമം ഹൈറ്റ് വരെ എടുക്കുന്ന ടൈം t. ഇനിയും അപ്പോൾ അവിടുന്ന് u എന്ത് കിട്ടും? gt ഡിവൈഡഡ് ബൈ sin θ എന്ന് നമുക്ക് കിട്ടും. അത് നമുക്ക് സെപ്പറേറ്റ് അങ്ങ് മാറ്റി വെക്കാം. ഇനി റേഞ്ചിൻ്റെ ഫോർമുല എഴുതാം. u² ഇൻറ്റു sin 2θ അല്ലേ, അതിനെ എങ്ങനെ എഴുതാം? 2 sin θ cos θ ഡിവൈഡഡ് ബൈ g എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ, എഴുതാം. ഇനി യുക്ക് നമുക്ക് വാല്യൂ ഇട്ട് കൊടുത്താലോ? u² ആണ് നമുക്ക് വേണം. അപ്പോൾ g² t² ഡിവൈഡഡ് ബൈ sin² θ, പിന്നെയോ മണ്ടയ്ക്ക് എന്തുണ്ട്? 2 sin θ cos θ ഡിവൈഡഡ് ബൈ ഒരു ജിയും കൂടെ ഉണ്ട് അല്ലേ? sin θ എന്തായാലും വെട്ടിപ്പോവും. അപ്പോൾ പിന്നെ വന്ന് മറ്റേ ജിയും വെട്ടിപ്പോവും അല്ലേ? ഒരു ജി വെട്ടിപ്പോവും. അപ്പോൾ എന്ത് കിട്ടും ബാക്കി? ജി റേഞ്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ജി t² ഉണ്ട്. പിന്നെന്താ ഉള്ളത്? cos θ ബൈ sin θ എന്താ? cot θ അല്ലേ? അപ്പം r ഇസ് ഈക്വൽ ടു 2gt² ഇൻറ്റു cot θ എന്ന് നമുക്ക് കിട്ടി. ജിക്ക് 10 അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ cot θ എന്ത് കിട്ടും? r ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 20 t². അപ്പോൾ cot θ r ബൈ 20 t² എന്ന് കിട്ടി. അപ്പോൾ θ എന്തായിരിക്കും? cot ഇൻവേഴ്സ് r ഡിവൈഡഡ് ബൈ 20 t² ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? θയുടെ വാല്യൂ കിട്ടുക. എളുപ്പമല്ലേ? ഈസി ആയില്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ പ്രൊജക്ടൈലിനെ ലോഞ്ച് ചെയ്യുന്നുണ്ട് അറ്റ് എൻ ആംഗിൾ ആൽഫ വിത്ത് ഹൊറിസോണ്ടൽ വിത്ത് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഓക്കെ, പിന്നെ ബീറ്റ 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇൻക്ലിനേഷൻ ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ, പ്രൊജക്ടൈലിനെ പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഉള്ള വെലോസിറ്റിയാണ് എത്ര കൊടുത്തേക്കുന്നത്? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്.
അപ്പോൾ അവിടെയുള്ള പ്രൊജക്റ്റൈലിൻ്റെ വെലോസിറ്റി ആണെന്ത് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുക. ഇനി നമുക്കറിയാം ഇൻക്ലിനേഷൻ എത്രയാണ്, ആൽഫയാണെന്നും അറിയാം. അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിരിക്കും എന്ത് 20 കോസ് ആൽഫ. ഇനി വെർട്ടിക്കൽ വെലോസിറ്റിയോ 20 സൈൻ ആൽഫ. 20 സൈൻ ആൽഫ. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം ഇത് കുറച്ച് ടൈം കഴിയുമ്പോൾ 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൻ്റെ ഇൻക്ലിനേഷൻ ബീറ്റയായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷൻ എടുക്കുക. അപ്പോൾ വി കോസ് ബീറ്റ കാണും, വി സൈൻ ബീറ്റയും കാണും. നമുക്കറിയാം ഹൊറിസോണ്ടൽ വെലോസിറ്റി ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, മാറാനെ കൊണ്ട് പോകുന്നില്ല. വി കോസ് ബീറ്റ എന്ത് തന്നെ ആയിരിക്കും, 20 കോസ് ആൽഫ ആയിരിക്കും. ഹൊറിസോണ്ടൽ വെലോസിറ്റി നെവർ ചേഞ്ചസ് അല്ലേ? അപ്പോൾ വി കോസ് ബീറ്റ വിൽ ബി ഈക്വൽ ടു 20 കോസ് ആൽഫ. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇനിയും വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കാനെ കൊണ്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്തുവാ, വി സൈൻ ബീറ്റ അല്ലേ? അപ്പോൾ വി വൈ ഇസ് ഈക്വൽ ടു യു വൈ പ്ലസ് എ വൈ ഇൻറ്റു ടി. വി വൈ എന്തുവാ, വി സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു യു വൈ എന്തുവാ, യു വൈ എന്ന് പറയുമ്പം 20 സൈൻ ആൽഫ വരും അല്ലേ? ഇനി എ വൈ എന്തുവാ, -10 ഇൻറ്റു ടി അല്ലേ? -10 ഇൻറ്റു ടി. ടി പറഞ്ഞിട്ടുണ്ട് 10 സെക്കൻഡിന് ശേഷമുള്ള ഇൻക്ലിനേഷനാണ് ബീറ്റ. അപ്പോൾ വി സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു 20 സൈൻ ആൽഫ -100. ഇനി ഈ രണ്ട് ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്തുകൂടെ? ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നമുക്ക് ഡിവൈഡ് ചെയ്യാം. നമുക്കൊരു കാര്യം, നമുക്ക് ടാനിലാണ് വേണ്ട. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനെ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ വേണം ചെയ്യാനെ കൊണ്ട്. എന്തുവാ, സെക്കൻഡ് ഇക്വേഷനെ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ വേണം ചെയ്യാനെ കൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി സൈൻ ബീറ്റ ഡിവൈഡഡ് ബൈ വി കോസ് ബീറ്റ. അതെന്തായിരിക്കും, ടാൻ ബീറ്റ ആയിരിക്കും. വി ക്യാൻസൽ ആവത്തില്ലേ? അടുത്ത 20 സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ 20 കോസ് ആൽഫ. അതെന്ത് വരും, 20 ക്യാൻസലായി ടാൻ ആൽഫ. ഇനിയും 100 വെച്ചും ഈ 20 കോസ് ആൽഫേനെ ഡിവൈഡ് ചെയ്യണ്ടായോ? അപ്പോൾ -100 ഡിവൈഡഡ് ബൈ 20 കോസ് ആൽഫ. 1 കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ സീക്ക് ആൽഫയാണ്, മറ്റേത് വെട്ടിക്കളയുമ്പോൾ 5 എന്ന് വരും. അപ്പോൾ ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ആൽഫ -5. 1 കോസ് ആൽഫ എത്ര, സീക്ക് ആൽഫ. അപ്പം ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ആൽഫ -5 സീക്ക് ആൽഫ എന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ ഏതാണ് ഉത്തരം, ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ആൽഫ -5 സീക്ക് ആൽഫ. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A child stands on the edge of the cliff 10 meter above the ground and throws a stone horizontally with the initial speed of 5 meter. ഒരു ബോൾ എടുത്ത് എറിയുന്നുണ്ട്. ഹൈറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്, 10 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ബോൾ എറിയുന്ന ഇനിഷ്യൽ സ്പീഡ് എത്ര, 5 മീറ്റർ പെർ സെക്കൻഡിലാണ് ഞാൻ ആ ബോൾ എടുത്തെറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോൺ താഴെ വന്ന് ഹിറ്റ് ചെയ്യാൻ എടുക്കുന്ന വെലോസിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി യു തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വി കണ്ടുപിടിച്ചാൽ പോരായോ? അപ്പോൾ v² ഇസ് ഈക്വൽ ടു u² പ്ലസ് 2a ഇടാം. v² ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. u² എത്ര, 5 മീറ്റർ പെർ സെക്കൻഡ്. 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് 2 ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൈനസ് അല്ലേ, അപ്പം -10. ഡിസ്പ്ലേസ്മെൻറ്റ് താഴോട്ടാണ്, അപ്പോൾ താഴോട്ടാകുമ്പോൾ എന്ത് ചെയ്യും, -10 എടുക്കണം, -10 മീറ്റർ. അപ്പോൾ v² ഇസ് ഈക്വൽ ടു 25 പ്ലസ് എന്തെന്ന് കിട്ടും, 2 × 10 × 10 200 എന്ന് കിട്ടും, വിച്ച് ഇസ് 225. അപ്പോൾ v എന്ത് കിട്ടും, √225. 225ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര, 15 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അപ്പോൾ 225ൻ്റെ റൂട്ട് എത്ര ആയിരിക്കും, 15 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 2. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ ജെയുടെ ക്വസ്റ്റ്യൻസ് ചെയ്തത്. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.